കർത്താവായ യേശുവിൻ്റെ മരണം ഒരു അസാധാരണ മരണമായിരുന്നു. ഈ ലോകത്തിലുള്ള ആരുടെയും മരണം അതുപോലെ ആയിരുന്നില്ല. യേശു ജനിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ ആയിരുന്നു ആ മരണം. യേശു തികച്ചും നിരപരാധിയായിരുന്നു. എങ്കിലും യേശു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഒരു കാരണവുമില്ലാതെ പടയാളികൾ യേശുവിനെ പരമാവധി ഉപദ്രവിച്ചു. ഒരു വലിയ മരക്കുരിശെടുത്ത് യേശുവിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു. ആ കുരിശുമായി കാൽവറി മലമുകളിലേക്ക് വേദന സഹിച്ച് നടന്ന് അവിടെ എത്തി. പടയാളികൾ യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചിരുന്നു. അവർ യേശുവിനെ ക്രൂശിൽ കിടത്തി കൈകാലുകളിൽ ആണിയടിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. മാത്രമല്ല, ഹീബ്രു, ആരാമ്യ, ഗ്രീക്ക് ഭാഷകളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: യേശു യഹൂദന്മാരുടെ രാജാവ്. സാധാരണ ക്രൂശിൽ മരിക്കാൻ കിടക്കുന്നവർ മരണവേദന സഹിക്കാനാകാതെ അയ്യം വിളിക്കുകയാണ് പതിവ്. എന്നാൽ യേശു ചില വലിയ ഉത്തരവാദിത്തങ്ങൾ ക്രൂശിൽ കിടന്നുകൊണ്ട് പൂർത്തീകരിക്കുകയായിരുന്നു. ഇടത്തും വലത്തും ക്രൂശിച്ച കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ പരിഹസിച്ചു. എന്നാൽ മറ്റേ കള്ളൻ അവനെ ശാസിച്ച ശേഷം യേശുവിനോട് അപേക്ഷിച്ചു: യേശുവേ, അങ്ങ് രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. യേശു ആ കള്ളനോട് പറഞ്ഞു: ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അതിനുശേഷം യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ നട്ടുച്ചയ്ക്ക് 3 മണിക്കൂർ നേരം സൂര്യൻ ഇരുണ്ടുപോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ഒരിക്കലും കീറാൻ സാധ്യതയില്ലാത്ത മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം കീറിപ്പോയി. യേശുവിൻ്റെ കൈകാലുകളിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. യേശു മരിച്ചു എന്ന് സ്ഥിരീകരിക്കുവാൻ ഒരു പടയാളി കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും വാർന്നൊലിച്ചു. അങ്ങനെ യേശു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിൽ കൂടെ പ്രവചിച്ചതുപോലെ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി പാപയാഗമായി തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് ജീവനെ വെടിഞ്ഞു. ഇതുപോലെ ഒരു മരണം ലോകത്തിൽ മറ്റാർക്കും ഉണ്ടായിട്ടില്ല. യേശു മരിക്കുകയല്ലായിരുന്നു, മരണഭീതിയിലായിരുന്നവരെ വിടുവിക്കുവാൻ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അതിനുശേഷം 3-ാം ദിവസം യേശു മരണത്തെയും പാതാളത്തെയും കീഴടക്കി ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഈ യേശുവിൻ്റെ നിസ്തുലതയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബൈബിളിലെ പുതിയ നിയമം വായിച്ചാൽ മാത്രം മതി.